ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റീൽ ടാങ്ക് പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ സെപ്പറേറ്റ് വരുന്ന രീതിയിൽ തന്നെ ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ടാങ്ക് വരുന്ന സമയത്ത് ആ ടാങ്ക് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അതായത് ആ ടാങ്ക് വരുന്ന സമയത്ത് ആ ടാങ്കിന് കുറച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ഭാവിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല, ഇത്രയും വെയിറ്റ് താഴേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഫ്രണ്ടിൽ ഏറ്റവും താഴെ വരുന്ന വേസ്റ്റ് ലൈനിൽ ഫുൾ പ്രഷർ വരുന്നത് അവിടെയാണ്. അപ്പോൾ ലീക്ക് കാര്യങ്ങൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു കമ്പനി ഇറക്കിയിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് 2 ഇഞ്ച് ഔട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ വാട്ടർ ലൈൻ അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. പിന്നെ കണ്ടോ, ഇത്രയും ഭാഗം ഒരു കുനിയിൽ സിസ്റ്റമാണ് ഇരിക്കുന്നത്. ഏകദേശം 1 അടി അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററോളം നീളത്തിൽ ഇരുന്നതിന് ശേഷം ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ സെപ്പറേറ്റ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് കഴുകണ്ട, ടാങ്ക് സെപ്പറേറ്റ് കൈ കാര്യങ്ങളൊന്നും ഇട്ട് കഴുകാതെ ഇവിടെ കൊടുക്കുന്ന ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് വേസ്റ്റ് കളയുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിൽ വരുന്ന ഓറിൽ താഴെ വന്ന് അടിയും. അതിന് മുകളിലേക്കുള്ള വെള്ളമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ സിസ്റ്റം മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം അതിൻ്റെ താഴെ കെട്ടിക്കിടക്കും. ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് താഴേക്ക് വരുന്ന വെള്ളം നമ്മൾ വേസ്റ്റ് ലൈനായിട്ട് ഇവിടേക്ക് വരും. ഇവിടെയാണ് നമ്മൾ ഊറിൽ കാര്യങ്ങൾ വരുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു വാൽവാണ് നമ്മൾ സെപ്പറേറ്റ് വാൽവ് വെച്ചതിന് ശേഷം കൊണ്ടുപോയി പുറത്തേക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓവർഫ്ലോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മുടെ ഇൻലെറ്റ് വരുന്നത്. അത് മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ ഈ ഭാഗത്താണ് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടണം. സ്റ്റാൻഡ് കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആണോ, നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ സ്റ്റാൻഡിലേക്കാണ് ഈ പറയുന്ന വാട്ടർ ടാങ്ക് കറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റിയലിൽ ഇരുന്നതിന് ശേഷം ഫുൾ വെയിറ്റ് ഏറ്റവും താഴത്തെ ലെയറിലേക്കാണ് വരുന്നത്. അപ്പോൾ താഴത്തെ ലെയറിൽ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഈ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആണോ, ഇതിൻ്റെ ഗ്രൂവിലേക്കാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടാങ്ക് കറക്റ്റ് ചെയ്ത് ഇറക്കി വയ്ക്കും. അതിനുശേഷം നമ്മുടെ അതിൻ്റെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ കാലുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. 4 കാലുകൾ കൊടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് കവച്ച് പോകാത്ത രീതിയിലാണ് വെയിറ്റ് വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏണി പോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സെപ്പറേറ്റ് നമ്മൾ സാധാരണ സ്റ്റാൻഡ് ചെയ്യുന്ന പോലെ തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഏണി കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് നമ്മളതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. കണ്ടോ, ഈ ഏരിയയിലാണ് വെള്ളത്തിൻ്റെ ഹൈ പ്രഷർ വരുന്നത്, താഴേക്ക് ഇരിക്കുന്നത്. ഇത്രയും ഭാഗം മാത്രം ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ടാങ്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്ക്വയർ അടിച്ചിട്ട് ഈ സ്ക്വയറിലാണ് ആ പറയുന്ന ഏരിയ വന്ന് താഴേക്ക് ഇരിക്കുന്നത്. ഇത് നല്ലൊരു ടെക്നോളജി ആയിട്ട് തോന്നുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഫുൾ 1000 ലിറ്റർ ആണെങ്കിൽ 1000 ലിറ്ററിൻ്റെ വെയിറ്റ് ഫുള്ള് വന്നിരിക്കുന്നത്, അത് താഴേക്ക് വന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റാൻഡിലും രണ്ടാമത് ഇവിടെയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ സ്റ്റാൻഡ് ചിലപ്പോൾ ഈ ഭാഗം അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിവശം പൊട്ടിപ്പോകാനുള്ള ചാൻസ്, പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കിൻ്റെ അവിടെ നിന്ന് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റീൽ ടാങ്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ടാങ്കുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് വേസ്റ്റ് ലൈൻ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്ന ഏരിയയിൽ സെപ്പറേറ്റ് ഒരു സപ്പോർട്ടുള്ള കമ്പനികളും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ്റ്റി. വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അവിടെ പൊട്ട് വീഴാനുള്ള ചാൻസ്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ട് വീഴാനുള്ള ചാൻസസ്, ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ പൊട്ട് വീഴാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. ലീക്ക് വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡും ആ സെപ്പറേഷനുള്ള സ്റ്റാൻഡുകൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാങ്കുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മോഡൽസ് വരുന്ന വാട്ടർ ടാങ്കുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിൻ്റെ ഭാവിയിലൊരു സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഏകദേശം ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നാലേ ഫ്രണ്ട്സ് ഇതുപോലുള്ള ഇൻഫർമേഷനായ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക, ഷെയറും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.